അറിഞ്ഞില്ലേ, റോയൽ ജാക്ക്പോട്ട് സെയിൽ തുടങ്ങി. ഇത്തവണത്തെ ഓണം നമുക്ക് റോയൽ നിന്നായാലോ? ഒപ്പം ആകർഷകമായ സമ്മാനം നേടാനുള്ള അവസരം. അപ്പൊ സമയം കളയേണ്ട, ഈ ഓഫർ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് 1 മുതൽ. ഈ ഓണത്തിന് സമ്മാനങ്ങൾ സ്വന്തമാക്കൂ റോയലിനൊപ്പം. തെരുവു നായ്ക്കൾക്ക് അജ്ഞാത രോഗം പിടിപെടുന്നതായി സംശയം. ചേലക്കരയിലും പരിസര പ്രദേശങ്ങളിലുമാണ് തെരുവു നായ്ക്കൾക്ക് അജ്ഞാത രോഗം പിടിപെടുന്നതായി സംശയമുള്ളത്. നായ്ക്കളുടെ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും പഴുപ്പ് ഒലിച്ചിറങ്ങുന്ന സ്ഥിതിയാണ്. ക്രമേണ ക്ഷീണം ബാധിച്ച് എല്ലും തോലുമാവുന്ന നായ്ക്കൾ പലയിടങ്ങളിലുമായി ചത്തുവീഴുന്നു. വെങ്ങാനല്ലൂർ 24-ാം വാർഡിലാണ് കൂടുതലും നായ്ക്കൾക്ക് ഈ രോഗം കണ്ടുവരുന്നത്. വീടുകളുടെ സിറ്റ് ഔട്ടിലും അടുക്കള ഭാഗത്തും കിണറിന്റെ അരികിലുമെല്ലാം നായ്ക്കൾ ചത്തു കിടക്കുന്നത് വീട്ടുകാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. പലപ്പോഴും ദുർഗന്ധം വമിക്കുമ്പോഴാണ് തെരുവ് നായ്ക്കളുടെ അഴുകിയ ശരീരം കണ്ടെത്തുന്നത് പോലും. രോഗം ബാധിക്കുന്ന നായ്ക്കൾക്ക് കാഴ്ചശക്തി ഇല്ലാതാവുന്നതായും കണ്ടുവരുന്നു. കാഴ്ചയില്ലാത്തതിനാൽ തന്നെ നായ്ക്കൾക്ക് ആക്രമണ സ്വഭാവവും വർദ്ധിക്കുന്നുണ്ട്. ഇത് ജനങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്കും ഒരുപോലെ ഭീഷണി സൃഷ്ടിക്കുകയാണ്. പ്രദേശത്ത് വിദ്യാർത്ഥികളടക്കമുള്ള കുട്ടികളെ പുറത്തുവിടാൻ ഭയക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു. ബന്ധപ്പെട്ട അധികാരികൾ വിഷയത്തിൽ ഇടപെട്ട അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. നമ്മുടെ തെരുവുനായ്ക്കളുടെ ശല്യം കൂടിക്കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അതിനേക്കാൾ ഉപരി നമുക്ക് തെരുവ് നായ്ക്കളുടെ ഒരു വിഷബാധ പോലെ അവരുടെ വായിൽ നിന്ന് പതവരികയും ഭയങ്കരമായി ശേഷിച്ച് അവർ പല സ്ഥലങ്ങളിൽ അവിടെ ഇവിടെയായിട്ട് ചത്തൊടുങ്ങുന്ന ഒരവസ്ഥയാണ്. പക്ഷെ അതിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊരു വൈറസ് ആണോ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് മനുഷ്യരിലേക്ക് വ്യാപിക്കുമോ, പിന്നെ അതുപോലെ വളർത്തുമൃഗങ്ങളുണ്ട്, വളർത്തു നായ്ക്കളുണ്ട്, വീട്ടിൽ വളർത്തുന്ന നായ്ക്കളുണ്ട്, ആടുകളുണ്ട്, പശുക്കളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ അത് ബാധിക്കാം എന്നുള്ളൊരു പേടിയും കൂടി നമുക്ക് ഈ സാഹചര്യത്തിലുണ്ട്. അതായത് ഇപ്പോൾ തെരുവ് നായ്ക്കൾ വന്ന് അവരുടെ വായിൽ നിന്ന് പതവരികയും വളരെ ശേഷിച്ചുള്ള ഒരവസ്ഥ വരികയും അത് നമ്മുടെ വീടിൻ്റെ പിറകിലുള്ള പാത്രങ്ങളിൽ നിന്നും വെള്ളം കുടിക്കുകയും പിന്നെ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ അവിടെ എവിടെയും കിടക്കുകയും ഇതൊക്കെ നമുക്ക് മനുഷ്യർക്ക് വരാനുള്ള സാധ്യതയൊക്കെ ഇവിടെ ഏറെയാണ്. പിന്നെ ഈ സാഹചര്യത്തിൽ കൊച്ചു കുട്ടികളുണ്ട്, നമ്മുടെ സ്കൂൾ കുട്ടികളുണ്ട്, ഇവർക്കൊക്കെ പല രീതിയിലും ബാധിക്കാനുള്ള സാഹചര്യങ്ങൾ ഏറെയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും പഞ്ചായത്തിൻ്റെ അധികൃതരുടെ ഭാഗത്തും ഇതിനെക്കുറിച്ചിട്ട് വലിയൊരു പഠനം നടത്തി അതിൻ്റെ കാര്യവിവരങ്ങൾ അറിഞ്ഞ് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഈ തെരുവ് നായ്ക്കളുടെ ശല്യങ്ങൾ വളരെ കൂടി വരുന്ന സാഹചര്യമാണ്. അതായത് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ മാസം തന്നെ ഒരു ആക്സിഡൻറ്റ് മരണപ്പെട്ടു, നമ്മുടെ അടുത്തുള്ള ഒരു സഹോദരൻ മരണപ്പെട്ടു. തെരുവ് നായ്ക്കളുടെ ശല്യം വളരെയേറെ വരികയാണ്. അപ്പോൾ ഇതൊക്കെ സാഹചര്യത്തിൽ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തുനിന്ന് നല്ലൊരു തീരുമാനങ്ങൾ ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. റോയൽ ജാക്ക്പോട്ട് സെയിൽ തുടങ്ങി. ഇത്തവണത്തെ ഓണം നമുക്ക് റോയൽ നിന്നായാലോ? ഒപ്പം ആകർഷകമായ സമ്മാനം നേടാനുള്ള അവസരം. ഹോം അപ്ലയൻസസിൽ 2000 രൂപയിൽ മുകളിൽ വരുന്ന എല്ലാ പർച്ചേസിലും കൂപ്പണിലൂടെ നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാം. സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ? ടാറ്റ ടിയോഗ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, ഡബിൾ ഡോർ ഫ്രിഡ്ജ്, ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. തീർന്നിട്ടില്ല, ഒരു മലേഷ്യൻ ട്രിപ്പും കൂടി ഉണ്ട്. ഗൃഹോപകരണങ്ങൾക്ക് മാത്രമല്ല കേട്ടോ ഓഫർ, മറ്റു പർച്ചേസിനും ഓഫർ ഉണ്ട്. ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ, ഗോൾഡ് കോയിൻ, ഗ്രൈൻഡർ, അങ്ങനെ നിരവധി സമ്മാനങ്ങൾ. അപ്പൊ സമയം കളയേണ്ട, ഈ ഓഫർ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് 1 മുതൽ. ഈ ഓണത്തിന് സമ്മാനങ്ങൾ സ്വന്തമാക്കൂ റോയലിനൊപ്പം.